ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടിമ്പർ ഫാക്ടറിയുടെ വക ഈ മരം മുറിച്ച് തീരുന്നതൊക്കെ കാണാം. പിന്നെ അവിടെ കുറേ ഇത് മോസ്റ്റ്ലി പറയാനാണെങ്കിൽ ഒരു തമിഴ് ഏരിയയാണ്. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പിള്ളേർ മരത്തിൽ മാങ്ങ എറിയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ബാല്യത്തെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഒരു നാച്ചുറൽ എഫക്റ്റാണ് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ളൊരു മാരിയമ്മൻ കോവിലാണ്. ഇത് ഒരു തമിഴ് ടെമ്പിളാണ്. ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠയും മാരിയമ്മൻ്റെ പ്രതിഷ്ഠയുണ്ടെന്നാണ് പറയുന്നത്. ആര് കാണാൻ കാണാനും പോകേണ്ട ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി ശരിയാ പോയി മുകളിൽ കൂടി പോവാ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് മരിച്ചിട്ടുണ്ട് തോന്നുന്നത്. 32 പേർ പോയി ഈ സ്ഥലത്തിൽ. 10 ദിവസം മുമ്പ് 2 ആൾക്കാർ കോയമ്പത്തൂർ. അതുകൊണ്ട് ഇപ്പോൾ പെർമിഷൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. പൂക അവിടെ ആൾറെഡി പാഞ്ഞിട്ട് നമുക്ക് ധ്യാൻ മേൽ പൂക നോക്കാൻ പോലില്ല. ഇതേ ഉള്ളൂ. മരിക്കാൻ പോയി നമ്മൾ ചെയ്യും. അവർ എന്തൊക്കെ കട്ടുപാട് ചെയ്ത് വേലി എല്ലാം എന്തൊക്കെ ഇവിടെ ഇപ്പോൾ ദന്തസ്വാമി എന്ന് പറഞ്ഞൊരു മുത്തശ്ശനെ പരിചയപ്പെട്ടു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 പേര് മുങ്ങി മരിച്ചുള്ളൂ ഇവിടെ. അപ്പോൾ സ്ഥിരം യങ്സ്റ്റേഴ്സൊക്കെ വന്ന് വെള്ളം ഒടിച്ചിട്ട് ഡാമിലിറങ്ങി. പിന്നെ ഡാമിൽ അവിടെയും ഇവിടെയും മണ്ണെടുക്കുന്നത് കൊണ്ട് എവിടെയൊക്കെയാണ് കുഴിയുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ നിരപ്പായ സ്ഥലം പോലെ തോന്നും. പക്ഷെ നല്ല കുഴി ഉണ്ടാവും, ചേറും ഉണ്ടാവും. അപ്പോൾ പൂന്തി പോകും. അപ്പോൾ അങ്ങനെ മരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡാമിലേക്കുള്ള പെർമിഷൻ ആർക്കും കൊടുക്കുന്നില്ല, ഡാമിലേക്ക് എൻട്രി ചെയ്യാനാണ് മുത്തശ്ശൻ പറഞ്ഞത്. നമ്മുടെ വാളയാർ ഡാമിലെത്തിക്കഴിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഫുൾ വാളയാർ ഡാമാണ്. ഈ ഡാം ഉണ്ടാക്കിയത് 1963-ലാണ്. അപ്പോൾ 1954 കൺസ്ട്രക്ഷൻ ആരംഭിച്ച് 1963 ആയപ്പോഴാണ് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞത്. അപ്പോൾ തൊട്ട് ഇത് ഓപ്പണാണ്. പിന്നെ ഇത് 2 സ്റ്റേറ്റ്സിൻ്റെ ബോർഡറാണ് പങ്കിടുന്നത്, കേരളയുടെയും തമിഴ്നാടും. അവിടെ ആ അറ്റത്താണ് ബോർഡർ ഉള്ളത്. ആ ബോർഡറിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേരളത്തിലുമാണ്. ഡാം. നമ്മൾ നിൽക്കുന്ന പാറയുടെ മുകളിലാണ്. ഇവിടെ ഭയങ്കര കാറ്റുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ നിൽക്കുന്ന ഒരു അത്യാവശ്യം വെയിലുള്ള സമയത്താണെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ സൈഡിലായിട്ടാണ് കേരള തമിഴ്നാട് ബോർഡർ വരുന്നത്. പച്ചപ്പൊക്കെയാണ് അവിടെ മേയാൻ ഇവിടെയുള്ള തമിഴ് ആൾക്കാർ അധികവും ഈ ആടിനെ
നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രിട്ടീഷ് പാലത്തിലാണ്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് തന്നെ കല്ലേക്കാട് എന്ന് പറഞ്ഞ ഭാഗത്താണ്. നമുക്കിത് 2 വഴി വരാം. ടൗണിൽ നിന്ന് കല്ലേക്കാട് റൂട്ടിലേക്ക് കയറി വരാം. പിന്നെ നമുക്ക് പുതുശ്ശേരി കഴിഞ്ഞിട്ട് കുരുടിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് വന്നാലും ഇവിടെ എത്തും. ഇത് ബ്രിട്ടീഷ് പാലം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതുവരെ ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം. നടക്കാൻ വേണ്ടിയിട്ട് അതിലെയും വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലെയും മീൻസ് 2 വേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു സീനറി, ഈ ഒരു വ്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മുടെ വാളയാറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, ഷുവറായിട്ടും ലൈക്കും ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.